ഹലോ നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ ഒരു രാജാവിനെ പോലെ കാണണം. എപ്പോഴും എല്ലാവരും പറയുന്നതാണ്, നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ രാജാവിനെ പോലെ കാണണം. അപ്പോൾ ആരാണ് നമ്മുടെ കസ്റ്റമേഴ്സ്? ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ സർവീസോ നമ്മുടെ ഉൽപ്പന്നങ്ങളോ വാങ്ങിക്കുന്നവർ മാത്രമല്ല, നാളെ വാങ്ങിക്കാൻ സാധ്യതയുള്ളവരും നമ്മുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇടപെടുന്ന, നമ്മളുമായി റിലേഷനിലുള്ള, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന, നമ്മൾ അറിയുന്ന മുഴുവൻ വ്യക്തികളോടും നമ്മൾ മാന്യമായി രാജാവിനെ പോലെ അവരെ കാണണം, അവരെ ബഹുമാനിക്കണം, അവർക്ക് നമ്മളൊരു വില കൽപ്പിക്കണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവരും നമ്മുടെ കസ്റ്റമേഴ്സാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ നമ്മളേക്ക് എടുക്കേണ്ടവരാണ്. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു രീതിയിൽ വേണം നമ്മൾ അവരെ കാണാൻ. എന്നും അവരോട് നമ്മൾ ഒരു ബഹുമാനം പുലർത്തണം. ഈ ബിസിനസ് മാൻ എന്നുള്ള ഒരു വാക്ക് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരാണ് നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ MA യൂസഫ് അലി സാർ, ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. വെള്ളിയാഴ്ചകളിൽ ജുമക്ക് ശേഷം അവർ അടുത്തുള്ള അവരുടെ ലുലു മാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അവർ മൊത്തമായിട്ട് വിസിറ്റ് ചെയ്യും. അതിനുള്ള റീസൺ അവർ പറഞ്ഞത്, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫീഡ്ബാക്ക് കിട്ടുകയാണെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താമല്ലോ. കസ്റ്റമറുമായിട്ടൊരു ഇൻട്രാക്ഷൻ, അതാണ് അവർ ആ മീറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ആ വാക്കിങ്ങിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ലോകം മൊത്തം ബിസിനസ്സിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള, നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറത്തേക്ക് വളർന്ന നമ്മുടെ യൂസഫ് അലി സാർ പോലും നമ്മുടെ കസ്റ്റമേഴ്സിനെ ആ രൂപത്തിൽ കാണുന്നുണ്ടെങ്കിൽ, അദ്ദേഹം ആ കസ്റ്റമേഴ്സിനെ, അവരുടെ ഫീഡ്ബാക്കിനെ, അവരോടുള്ള ഇൻട്രാക്ഷന് അത്രയും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പോലെ സാധാരണക്കാരായ നമ്മുടെ കസ്റ്റമേഴ്സിനോട് എത്രത്തോളം വില കൽപ്പിക്കും? ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കസ്റ്റമേഴ്സ് നമ്പർ കൂടുതലാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ കസ്റ്റമറായിട്ട് വരാൻ സാധ്യതയുണ്ട്. പലരും പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവവും പല രൂപത്തിലായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നമ്മളോട് അവർ പെരുമാറിക്കൊള്ളണമെന്നില്ല. പല കസ്റ്റമേഴ്സും നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, നമ്മളോട് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്, നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ നമ്മളോട് പെരുമാറാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ രാജാവിനെ പോലെ കാണുക. അത് നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ജീവിതത്തിലും ഗ്രോത്ത് വരാൻ മാത്രമേ സഹായിക്കൂ. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.